പോകുന്നത്. ഇബാദത്താണ് നമ്മുടെ വിജയം. നമ്മൾ അല്ലാഹുമായി എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രേ അല്ലാഹു നമ്മളെ സഹായിക്കൂ. ഇബാദത്താണ് നമ്മുടെ വിജയം. നമ്മുടെ വിജയം ആയുധത്തിലല്ല, നമ്മുടെ വിജയം ആൾബലത്തിലല്ല, നമ്മുടെ വിജയം ആളെണ്ണം കൂടുന്നതിലല്ല. ഈ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരാൾ മുഹമ്മദ് ബിൻ വാസിഇൻ ഫിൽ മഅറഖത്ത് ഫിൽ ജുൻദി, എന്റെ സൈന്യത്തിലെ മുഹമ്മദ് ബിൻ വാസിഇന്റെ വിരലാണ് ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ തുരീർ. 1000 ചെറുപ്പക്കാർ എനിക്ക് യോദ്ധാക്കളായി ലഭിക്കുന്നതിനേക്കാളും വമിൻ അൽഫി സൈഫിൻ ഷഹീർ, ഏറ്റവും നല്ല മുന്തിയ 1000 വാളിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ ആകാശത്തേക്ക് പ്രാർത്ഥന കൊണ്ടുയരുന്ന വിരലാണ് എന്ന് പറഞ്ഞ മഹാനായ ഖുസൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു. അഫ്ഗാനിൽ ഇസ്ലാമിക സൈന്യം മുന്നേറുമ്പോൾ ആ മഹാൻ ചോദിക്കുന്നു, എവിടെയാണ് മുഹമ്മദ് ബിൻ വാസി? അവര് എത്തി നോക്കുമ്പോൾ രാത്രി സൈന്യത്തിലൂടെ അങ്ങനെ നോക്കുമ്പോ അഫ്ഗാനിൽ കാബൂളിൽ ക്യാമ്പ് ചെയ്ത ആ സൈന്യത്തിൽ ഒരു കുന്തം പിടിച്ച് മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻസുർനാ അലാ അഅദാഇനാ, അല്ലാഹുമ്മ അൻസുർനാ അലാ അഅദാഇനാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വിജയം വേണം, ഞങ്ങൾക്ക് വിജയം വേണം. വിരലുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം പറഞ്ഞത്, വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ബിൻ വാസി, മുഹമ്മദ് ബിൻ വാസിഇന്റെ ആ വിരലാണ് 1000 ചെറുപ്പക്കാർ യോദ്ധാക്കളായി എനിക്ക് ലഭിക്കുന്നതിനേക്കാളും 1000 വാൾ എനിക്ക് കിട്ടുന്നതിനേക്കാളും ഇഷ്ടം മുഹമ്മദ് ബിൻ വാസിഇന്റെ പ്രാർത്ഥനയാണ്. ഈ ഉമ്മത്ത് ജയിച്ചത് അങ്ങനെയല്ലയോ? ബറാഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബി, കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന, എപ്പോഴും മെലിഞ്ഞൊട്ടിയ, മുടി ജടപിടിച്ച, 2 ചവിട്ടി ശരീരത്തിൽ പുതച്ച് വസ്ത്രമായി കൊണ്ടു നടന്ന, വളരെ സാധുവായി ജീവിച്ച ബറാഉ ബിൻ മാലിക് എന്നവരെ പറ്റി നിബിതങ്ങൾ പറഞ്ഞു, റബ്ബ അശ്അഥ അഗ്ബറ ദീ തുമുറൈൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ വമിൻഹും ബറാഉ ബിൻ മാലിക്. ഖാദിസിയ്യ യുദ്ധം നടക്കുമ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സൈന്യവുമായി ജയിക്കാൻ കഴിയാതെ വന്നപ്പോ ബറാ എവിടെയാണ്? ബറാ മഹാനവറുകൾ വിളിച്ചു, ബറാ എവിടെ? സ്വഹാബിമാരെ വിളിച്ചു കൊണ്ടുവന്നു. ബറായെ ദുആ ചെയ്യണം, ബറായെ നിങ്ങൾ ദുആ ഇരുന്നാൽ നമ്മൾ വിജയിക്കും. ബറായെ ആകാശത്തേക്ക് കൈയുയർത്തണം, ദുആ ചെയ്യണം. നമുക്ക് വിജയം വേണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് വിജയം വേണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിലെ അവരുടെ പതാക താഴുകയും അല്ലാഹു അക്ബറിന്റെ ശബ്ദം മുഴങ്ങുകയും വേണം. അതുകൊണ്ട് ബറായെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ നിബിതങ്ങൾ പറഞ്ഞ വാക്ക്, റബ്ബ അശ്അഥ അഗ്ബറ. എത്ര മുടി ജട പിടിച്ച ആളുകൾ, എത്ര ആളുകളുണ്ട് പൊടി പിടിച്ച് നടക്കുന്നവർ. രണ്ട് കമ്പിളി പുതപ്പ്, ചവിട്ടിയായി കാല് തുടക്കുന്ന ചവിട്ടി പോലെയുള്ള 2 സാധനം പുതപ്പായി കൊണ്ട് നടക്കുന്ന, ശരീരത്തിൽ മുന്തിയ വസ്ത്രമിടാൻ കഴിയാത്ത പച്ചപ്പാവങ്ങൾ എത്രയുണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അവരിൽ ചില ആളുകൾ അങ്ങനെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവിൽ സത്യം ചെയ്തവരെ വിഷയം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വമിൻഹും ബറാഉ ബിൻ മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാഉ ബിൻ മാലിക് എന്ന്. ബറായെ, നിങ്ങളോട് നിബിതങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഖാദിസിയ യുദ്ധം വിജയിക്കണം. ആ ദുആയാണ് ഖാദിസിയ യുദ്ധം വിജയിക്കാൻ കാരണമായത്.